ജനപ്രിയ തീരുമാനങ്ങളുമായി മന്ത്രിസഭായോഗം. ഗതാഗത നിയമലംഘന പിഴകളിൽ ആംനസ്റ്റി പ്രഖ്യാപിച്ചു. 50% ഇളവ് അനുവദിക്കാനാണ് തീരുമാനം. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1857 അധ്യാപിക തസ്തികകൾ സൃഷ്ടിക്കും. 10,115 പേർക്ക് കൂടി കർഷക പെൻഷൻ അനുവദിച്ചു. കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 7 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകാനും തീരുമാനം. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, തദ്ദേശത്തിന് തൊട്ടുമുൻപ് ജനപ്രിയ പ്രഖ്യാപനങ്ങളുടെ ഒരു പരമ്പര നിയമസഭയ്ക്ക് മുമ്പും ആവർത്തിക്കുന്നു. അത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന മന്ത്രിസഭാ യോഗത്തിലാണ് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് 2 ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്ന ഒരു ധാരണയുണ്ടായിരുന്നു മന്ത്രിസഭാ യോഗം നടക്കുമ്പോൾ. ഇന്ന് രാവിലെയാണ് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വാർത്താക്കുറിപ്പായി പുറത്തുവിട്ടത്. അതിൽ കർഷക പെൻഷൻ അപേക്ഷിച്ച ഏതാണ്ട് 10,115 പേരുണ്ട്. അവർക്ക് ആ കർഷക പെൻഷൻ അനുവദിക്കാനുള്ള തീരുമാനം. 2,000 രൂപ വെച്ചാണ് കർഷക പെൻഷൻ. ഒപ്പം കർഷകരുടെ വിളനാശ കുടിശ്ശിക അനുവദിക്കാനുള്ള തീരുമാനം. 2021 ഒക്ടോബർ മുതലുള്ള 76.88 കോടി രൂപയാണ് അനുവദിക്കാനുള്ള തീരുമാനമെടുത്തത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഗതാഗത നിയമലംഘന പിഴയിലെ ഇളവാണ്. 50% ഇളവ് നൽകും. അങ്ങനെ ഒട്ടേറെ പേർ ഇതിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് ആശ്വാസമാണ്. 50% പണമടച്ച് അവർക്ക് ഈ കുടിശ്ശിക തീർക്കാൻ കഴിയും. അത് ഗതാഗത കമ്മീഷണറുടെ ശുപാർശയാണ് മന്ത്രിസഭ അംഗീകരിച്ചത്. അതിനൊപ്പം അധ്യാപക തസ്തിക സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപക തസ്തികയാണ് 1857 തസ്തികകൾ പുതുതായി സൃഷ്ടിക്കുന്നത്. അതിൽ ഭൂരിഭാഗവും സ്വകാര്യ എയ്ഡഡ് സ്കൂളുകളിലെ തസ്തികകളാണ്. 1857 സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ തസ്തികകൾ സൃഷ്ടിക്കുന്നു. 655 തസ്തികകൾ സർക്കാർ സ്കൂളുകളിലാണ്. 1022 അധിക തസ്തികകളാണ് എയ്ഡഡ് സ്കൂളുകൾ സൃഷ്ടിക്കപ്പെടുന്നത്. വലിയങ്ങാടിയിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചവർക്ക് 7 ലക്ഷം രൂപ വീതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അവരുടെ കുടുംബത്തിന് സഹായം നൽകുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചയായി പല ഘട്ടങ്ങളിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാധു, ശരി, റോഷിപാൽ വിവരങ്ങൾ നൽകിയത്.